വിടാൻ പോകുന്നില്ല ഞാൻ. എല്ലാത്തിനും ജയിലിലേക്ക് എത്തിക്കും. നീ കുറെ ഉണ്ടാക്കുന്നു. തിങ്കളാഴ്ച ഒരു പീഡന കേസ് കൂടി നേരിടാൻ തയ്യാറായിട്ടു. I won't spare any of your time. കാണിച്ചു തരണം നിനക്ക്. നടൻ ജയസൂര്യക്കെതിരെ യുവനടിയുടെ പരാതി. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അപമര്യാദയായി പെരുമാറിയെന്നാണ് പരാതി. ആദ്യത്തെ ആള് ജയസൂര്യ തന്നെയാണ്. ബാത്റൂമിൽ പോയിട്ട് ഞാനിങ്ങനെ ഇറങ്ങി സാരി ഇങ്ങനെ നേരെ പിടിച്ചോണ്ടിരിക്കുമ്പോ പുറയുന്ന ഒരാൾ പെട്ടെന്ന് വന്നിങ്ങനെ കെട്ടിപ്പിടിച്ചു. തിരിഞ്ഞു നോക്കിയാൻ പെട്ടെന്ന് അങ്ങനെ ചുണ്ടത്തിങ്ങനെ ചുംബിക്കുകയും ചെയ്തു. നീ ഇത്ര വൃത്തിയായിട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സ്വന്തം ഭാര്യ പുറത്തയച്ചിട്ട് ഇവിടെ വേറൊരു പെണ്ണിന്റെ കൂടെ. അപ്പൊ ഞാൻ പെട്ടെന്ന് നമ്മള് ഷോക്കായി പോകും. അതായത് ആദ്യത്തെ സിനിമ, ആദ്യത്തെ അനുഭവം, ഒരു നല്ലൊരു നടനും കൂടെ ആയപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ തല്ലിയിട്ടിട്ട് ഓടി താഴെ വന്നു. അപ്പോഴത്തേക്കും ജയസൂര്യൻ പുറകെ വന്നിട്ട് പറഞ്ഞു, മിനു എനിക്ക് മിനുവിനോട് കാര്യം പറഞ്ഞു, എസ്സോ എന്നോ എന്നൊരു കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. അബദ്ധം പറ്റിയോട് ക്ഷമിക്കുന്നിടത്താണ് നമ്മുടെ മനസ്സിന്റെ മഹത്വം നമ്മൾ കളിക്കേണ്ടത്. എന്തെന്നൊക്കെ നോക്കിയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് ട്രിവാൻഡ്രത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, വരുവാണെങ്കിൽ മിനുവിന്റെ ഭാവിയിൽ പല നേട്ടങ്ങളും ഉണ്ടാവും. അപ്പൊ ഞാൻ നോന്ന് പറഞ്ഞു. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. മേഡത്തിന് അറിയാതെ പറ്റിപ്പോയ അബദ്ധം ഞാൻ അവന് ശ്രമിച്ചിരിക്കുന്നു. ഞാൻ അവസാനമായിട്ട് യാചിക്കുകയാണ്. ആ കുളിച്ച് ഇതിലോട്ട് അയച്ചാണ്. എന്തൊക്കെയറിയില്ലേ, നീ തരണ്ടാ, നീ ഒറ്റയ്ക്ക് കണ്ട് മൃതി അടയടാ. ഇത് കിട്ടാത്തതിന്റെ വിഷമം നിനക്കൊന്നും അറിയില്ലടാ. ഞാൻ എങ്ങനെ ഉറങ്ങും? ഇവിടെ ആ നശിച്ച ശവം എവിടെ? സാർ, എന്നെ ഒന്നും ചെയ്യരുത് സാർ, എനിക്കറിയാതൊരു അബദ്ധം പറ്റിയതാ. നീ സിനിമ സീരിയൽ അഭിനയം എന്നെങ്ങാനും പറഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നത്.